ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 5 മണിക്കൂറിൻ്റെ വീഡിയോ 7 മണിയായി. സോറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അഭിഷേക് സിസ്റ്റേഴ്സിൻ്റെ ബെസ്റ്റീഷന് ജനുവരി 3-ാം തീയതിയാണ്. അപ്പോൾ അതിന് ഒരുക്കങ്ങളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സമയം വൈകിയത് കേട്ടോ. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയാം. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ വേൾഡ് യൂത്ത് കോൺഫറൻസിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. സഹോദരൻ, ഇന്നലെ നമ്മൾ അസ്വസ്ഥരാകുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമ്മുടെ അസ്വസ്ഥത. അപ്പോൾ ഇന്നലെ കണ്ടതായിരുന്നു, ആത്മാവിൻ്റെ പാപം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രു അസ്വസ്ഥതയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ അസ്വസ്ഥത വരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ആത്മീയ പിതാക്കന്മാർ, പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ആത്മാവിനെ വലയം ചെയ്തിരിക്കുന്ന ചില തിന്മകളിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമം വരുമ്പോൾ അസ്വസ്ഥത വരും. മറ്റൊരു കാര്യം, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യണമെന്ന് അനിയന്ത്രിതമായ ചില ആഗ്രഹങ്ങൾ വരും. അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമം വരുമ്പോഴേ എന്ത് വരും? അസ്വസ്ഥത വരും. അപ്പോൾ അസ്വസ്ഥമായി കിടക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷി കെണിയെ കുടുങ്ങി അതവിടെ കിടന്ന് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അതിനകത്ത് കുരുങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ അസ്വസ്ഥത ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ മൂവ് ചെയ്യരുത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ കർത്താവ് നമുക്ക് സ്വസ്ഥത തരണം. അത് കർത്താവിൻ്റെ സ്ഥലം സ്വസ്ഥമായിട്ടിരിക്കണം. അതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ജോഷ 23:1 കർത്താവ് ചുറ്റുമുള്ള ശത്രുക്കളെല്ലാം കീഴ്പ്പെടുത്തി സ്വസ്ഥത നൽകി. വീണ്ടും ദാനിയേൽ 4:27 പറയുകയാണ്, കർത്താവ് സ്വസ്ഥതയുടെ കാലം നീട്ടിത്തരും. 2 തിമോത്തി 14:6 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ആസായിക്ക് കർത്താവ് സ്വസ്ഥത നൽകി. അതുകൊണ്ട് യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കുറേ സമയം ഇരിക്കണം. അങ്ങനെ സ്വസ്ഥത നേടണം. രണ്ടാമത്തെ കാര്യം, ആത്മീയ പിതാക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ആരോടെങ്കിലും ഒക്കെ, നമ്മുടെ ആത്മീയ പിതാക്കന്മാരോ കുമ്പസാരക്കാരൻ അച്ഛനോടോ ആരോടെങ്കിലും നമ്മളൊന്ന് ഷെയർ ചെയ്ത് അതിനകത്ത് നമ്മൾ വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആർക്കും അസ്വസ്ഥത ഇല്ലല്ലോ. അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ നാമത്തിൽ മാറിപ്പോട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.